ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ആദ്യത്തെ 2 എപ്പിസോഡ് കേട്ട് തീർന്നവർ തീർച്ചയായും 3-ാമത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് പേഴ്സണലി വന്നതുണ്ട്. ഇന്ന് പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ. ഇന്ന് നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച പോലെ യു ആർ നോട്ട് ടു മച്ച്, യു ആർ ജസ്റ്റ് ക്യാരിയിങ് ടു മച്ച്. നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും നിനക്കെല്ലാം ഓവറാണ്, അല്ലെങ്കിൽ നിനക്കെല്ലാം പിന്നെ കൂടുതലാണല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷേ അതല്ല, നിങ്ങൾ കുറേ ഉള്ളിൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നടക്കുന്നതുകൊണ്ടാണ് എല്ലാം കൂടി ആ രീതിയിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ടൂ മച്ചായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തൊണ്ടയിൽ ചെറിയൊരു കിച്കിച്ചൊക്കെ ഉണ്ട്, അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ സൗണ്ടിൽ മാറ്റം വരും. അത് അത്ര കാര്യമാക്കണ്ട. എനിക്കിതിൽ എൻ്റെ കുറേ കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലാരിറ്റിയും തരാനുണ്ട്. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവരെക്കാളും കൂടുതൽ ഭയങ്കര ഇമോഷണലാണ്, നിങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ടയേർഡാവുന്നു, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നിങ്ങളൊരു ബഹളക്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ് എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണ് തോന്നുന്നെങ്കിൽ ഇതേ തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇതേ തോന്നലെന്ന് പറയുമ്പോൾ എനിക്ക് മൈൻഡ് ഇടയ്ക്കിടയ്ക്ക് ബ്ലറായി പോവുക, ഫോഗി ആയി പോവുക, എപ്പോഴും ഗിൽട്ട് ഫീൽ ചെയ്യുക, ക്ഷമയില്ലാത്ത പോലെ തോന്നുക, പൊട്ടി പൊട്ടി കരയുക. ഇതൊക്കെ മിക്സായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഞാനും ഒരുപാട് കാലം കടന്നു പോയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ വെക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചുറ്റുള്ള ആൾക്കാർ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ മാത്രമാണ് ഇത്ര ഓവറാക്കുന്നത് എന്ന് സ്വയം ചിന്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും പോലെയല്ല, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു പാർട്ടിലേക്ക് വരാം. നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒച്ചപ്പാടും ബഹളവും ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്, നിങ്ങളെല്ലാറ്റിലും പ്രശ്നം കണ്ടെത്തുന്നു എന്നൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സൈലൻ്റായി പേറിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്ത്രീകൾ ഒരുപാട് അവസ്ഥകളിലൂടെ തീർച്ചയായും കടന്നു പോകുന്നുണ്ട് അല്ലേ. പുരുഷന്മാർ കടന്നു പോകുന്നില്ല എന്നല്ല, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. നമുക്ക് സൈലൻ്റായിട്ട് നമ്മുടെ സ്വഭാവം മാറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ സൈലൻ്റായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അസുഖങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് പുറത്തേക്ക് പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് അടക്കി ഒതുക്കി വെക്കുന്നുണ്ടോ? നിങ്ങളൊരു പ്രശ്നക്കാരിയാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാണോ? അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണോ? അതോ നിങ്ങൾ യുണീക്കാണോ? ശരിക്ക് എന്താ പറയുക, നമ്മുടെ ഫാബുലസ് ഫാമിലി മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ പരസ്പരം പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രക്കാലവും വിചാരിച്ചത് എനിക്ക് മാത്രമാണ് വട്ട് എന്നാണ്. പക്ഷേ നമ്മുടെ ഫാബുലസ് ഫാമിലിയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്, ഒരുപാട് വട്ടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണല്ലേ ഫാബുലസ് ഫാമിലി എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഏകദേശം ഒരുപോലെയാണ് ചിന്തിക്കുന്നത്, ഒരുപോലുള്ള കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു പ്രശ്നക്കാരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളല്ല. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടായി തോന്നുന്നതാണ് എന്നുള്ളത് ഒന്നുകൂടി ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷണൽ ലേബർ എന്തൊക്കെയാണ്? നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും അല്ലേ. വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ എല്ലാവർക്കും കാണാൻ പറ്റണം എന്നില്ല, എന്നാലും നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമോഷണൽ ലേബർ എന്തൊക്കെയാണ്? ഇമോഷണൽ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ
പാരൻറ്റിങ്ങിൽ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നിങ്ങൾ എന്തൊക്കെ ഇമോഷണൽ ലേബർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ പഠിക്കണമെങ്കിൽ നിങ്ങളത് ഓർത്ത് അത് പഠിക്കാൻ പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾ ഓർത്ത് ചോദിക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ആൾക്ക് ബോഡി സിഗ്നൽ കൊടുക്കുന്നത് കുറവാണ് ബാത്റൂമിലേക്ക് പോകാനൊക്കെ. അപ്പം ഞാൻ ചോദിക്കുമ്പോഴാണ് ആൾ ബാത്റൂമിൽ പോകുന്നത്. അത് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇമോഷണൽ ലേബർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ നമ്മൾ പലരുടെയും സ്വഭാവങ്ങൾക്കൊത്തു പോകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മുടേത് മാറ്റിവെച്ച് അവർക്ക് വേണ്ട രീതിയിലേക്കാക്കി മാറ്റും. സൈലൻ്റായിട്ട് പലതും സഹിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷനിലൊത്ത് പോകാൻ വേണ്ടി നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറക്കും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഇമോഷണൽ ലേബർ എന്താണെന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് കേട്ടോ. വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും വേണ്ടതുപോലെ പറയില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യില്ല. ഇതിലൊക്കെയും അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, വീട്ടിൽ 3 നേരം എല്ലാവർക്കും എന്ത് കൊടുക്കണം എന്നുള്ളത് ചിന്തിക്കുന്നത് അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അത് ചിന്തിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് ചിന്തിച്ച് തീരുമാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എത്രമാത്രം ഇമോഷണൽ ലേബർ ചെയ്യുന്നുണ്ട്. ഇത് ആരും കാണാത്ത, പ്രത്യേകിച്ചും ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയും. ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക, പറയുക, പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, ഇതൊക്കെയും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സൈലൻ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്? നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നതാണോ, അതോ നിങ്ങൾക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ദേഷ്യം എന്ന് പറയുന്നത് അത് താനെ വന്നു പോകുന്നതാണോ? നിങ്ങൾക്ക് തന്നെ ആഗ്രഹമുണ്ട് അല്ലേ, ദേഷ്യപ്പെടണ്ട, സോഫ്റ്റായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഇങ്ങനെ ഉള്ളിൽ ഒരുപാടുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല, സോഫ്റ്റായിട്ട് പോകാൻ കഴിയില്ല. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ പഠിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിലെ ജോലികൾ കറക്റ്റ് ടൈമിൽ തീർക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ കുട്ടികളോട് ദേഷ്യപ്പെടാതെ ഒരു ദിവസം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യാത്ത എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള ഒരാളെ പോലെ അല്ല. കുറേ കാര്യങ്ങളിൽ കപ്പാസിറ്റി കുറവുണ്ടാവും, കുറേ കാര്യത്തിൽ സ്കില്ലും ഉണ്ടാവും കേട്ടോ. കപ്പാസിറ്റി കുറവുണ്ടാവും, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ ഇനി മുതൽ ആദ്യം നിർത്തേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് തന്നെ എനിക്ക് മാത്രം എന്താ ഇന്ന കാര്യങ്ങൾ കഴിയാത്തത് എന്നുള്ളത് തന്നെയാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് നമുക്ക് കഴിയുന്ന കാര്യം മാത്രം നോക്കാം. നമ്മൾ എല്ലാവരും ഡിഫറെൻ്റാണ്, നമുക്കൊരിക്കലും മറ്റൊരാളെ പോലെ ആവാനേ കഴിയില്ല. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വിട്ട് കളഞ്ഞതോ ആയിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നം, മീൻസ് നിങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വിട്ട് കളഞ്ഞതോ ആയിട്ടുള്ള എന്നിലും ഉള്ളൊരു പ്രശ്നം ഞാൻ പറയാം. എനിക്ക് കുറച്ച് സെൻസറി ഇഷ്യൂസ് ഉണ്ട്, കുറച്ചല്ല ഒരുപാട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ടൂറ് പോയത് ആകെ ഒരു തവണയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് 1-2 ആഴ്ചക്കുള്ളിൽ ഒരു തവണ ഹസ്ബൻഡിൻ്റെ കൂടെ പോയത് മാത്രമാണ് ടൂർ എന്ന് പറയാൻ പറ്റുന്നൊരു സംഗതി. ഹണിമൂൺ എന്ന് പോലും അതിനെ പറയാൻ പറ്റില്ല കേട്ടോ. സെൻസറി ഇഷ്യൂസാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് എനിക്ക് അടുത്താണ് മനസ്സിലാവുന്നത് തന്നെ. എനിക്കുള്ളത് സെൻസറി ഇഷ്യൂസാണ്. എൻ്റെത് സെൻസറി പ്രശ്നങ്ങൾ. അത് എത്രത്തോളം അത് ഞാൻ മറ്റുള്ള വീഡിയോസിലൂടെ മെല്ലെ മെല്ലെ ക്ലിയർ ആക്കാം. അതിലൊന്നാണ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സൗണ്ട്, സ്മെല്ല്, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് മാറും. അതായത് വീട്ടിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും ഞാൻ എൻ്റെ കണ്ണിന് കുളിർമയുള്ള കാര്യങ്ങൾ ഇടുന്നത് ഏറ്റവും സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലായിരിക്കും. പുറത്ത് പോകുമ്പോൾ അതുപോലെ എനിക്ക് വെയർ ചെയ്യാൻ പറ്റണം എന്നില്ല. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വീട്ടിലുള്ള പോലുള്ള സോഫയോ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ടേബിളോ ഒന്നുമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഗ്യാസൊക്കെ കയറുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തലവേദന വരുന്ന അവസ്ഥയിലേക്കൊക്കെ മാറും. ഇതൊക്കെ സെൻസറി ഇഷ്യൂസിൽ വരുന്നതാണ്. ഇതിൽ കുറച്ച് ഭാഗമൊക്കെ കേട്ടിട്ട് നെഗറ്റീവ്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു.
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്തിട്ട് വലുതാക്കി പറയുന്നു എന്നുള്ള രീതിയിൽ. ഇത് കാണുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ചെറുതാണോ, ഞാനായിട്ട് ഊതി വീർപ്പിക്കുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ അങ്ങ് നിങ്ങൾ തന്നെ ഒന്നുമല്ലാതാക്കി മാറ്റാൻ പാടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പ്രശ്നങ്ങളായിട്ട് തന്നെ കണ്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ കാണേണ്ടതുണ്ട്. സെൻസറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് പഴം പോലുള്ള സാധനങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര അത് ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കാൻ ശ്രമിച്ചാലും അത് വായിലിട്ട് ചവക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. ഹെൽത്തി ആവാൻ വേണ്ടി ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ അത് ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അത് സെൻസറി ഇഷ്യൂസിൽ വരുന്ന ഒരു കാര്യമാണ്. അതെൻ്റെ കുട്ടികൾക്കും കൂടി അത് വന്നപ്പോഴാണ് സെൻസറി ഇഷ്യൂസിൽ ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലായത്. എൻ്റെ കുട്ടികൾക്ക് കുറുക്ക് പോലുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്കും ഇന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടാണല്ലോ. കുട്ടികൾക്കിപ്പോൾ ഓരോന്നും ഡയഗ്നോസ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് തന്നെയാണല്ലോ എൻ്റെ ഇഷ്യൂസും. അല്ലെങ്കിൽ എൻ്റെത് ഞാൻ ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ ഞാൻ ടൂ മച്ച് ആണ്, ഞാൻ വല്ലാതെ ഓവറാക്കുകയാണ് എന്നാണ് ഞാൻ പല കാര്യത്തിലും വിചാരിച്ചത്. ഇതുപോലുള്ള ഇഷ്യൂസ് നിങ്ങളിലുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് അതൊക്കെയും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ടൂറൊന്നും പോയിട്ടില്ലെങ്കിലും അടുത്തുള്ള ഏരിയാസിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും ഒന്നും ഞാൻ മൊബൈലൊന്നും കയ്യിൽ കരുതാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു നടത്തം അല്ലെങ്കിൽ ആ ഒരു ചെറിയ യാത്ര അതൊക്കെയും എനിക്ക് ഈ ഗ്യാസ് കയറുന്നത് ഈ പറഞ്ഞ പോലെ സെൻസറി ഇഷ്യൂസും ഉണ്ട്. എനിക്ക് അത് സഹിക്കാൻ പറ്റാതെ എനിക്കൊരു വയറൊക്കെ വീർത്ത് വരുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തിരിച്ച് വീട്ടിലേക്ക് എത്തണം. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തിരിച്ച് വീട്ടിലേക്ക് എത്തണം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഞാൻ എന്നെ നന്നായി പഠിച്ച് എൻ്റെ ഇഷ്യൂസ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വപ്നത്തിന് തടസ്സമാവുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. എനിക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനറിയാം, വീഡിയോ എടുക്കാനറിയാം, എഡിറ്റ് ചെയ്യാനറിയാം. ഇതൊക്കെ എൻ്റെ കഴിവിൽ വരുന്ന സംഗതിയാണ്. എനിക്ക് അതിലൊക്കെയും സ്കില്ലുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടമാണ്, അത് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, സോഷ്യൽ മീഡിയ ആയിട്ട് എപ്പോഴും ഒരു കണക്ഷനിൽ നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇങ്ങനെയുള്ള എല്ലാ സംഗതിയിലും തടസ്സമായിട്ട് നിൽക്കുന്നത് കുറേയൊക്കെ എൻ്റെ സെൻസറി ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കിതുപോലെ എന്തൊക്കെ കാര്യത്തിൽ എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഓവറാണ്, അല്ലെങ്കിൽ എല്ലാം ഞാൻ ഓവറാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റാക്കി നോക്കിയേ. എന്തൊക്കെ പ്രശ്നമുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് തുണികൾ പ്രശ്നമാണോ? കഴിക്കുന്ന ഫുഡ് പ്രശ്നമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ തന്നെ. എൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, അത് ഞാൻ ഇതിനു മുൻപ് വേറൊരു സ്ഥലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾ കാണും അല്ലെങ്കിൽ അറിയും. അതായത് എൻ്റെ കുഞ്ഞ് ജനിച്ച സമയത്ത്, ആദ്യത്തെ ആൾ ജനിച്ച സമയത്ത് ആളുടെ അപ്പി വൃത്തിയാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ കയ്യിലേക്ക്, തുണീൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അത് കയ്യിലേക്ക് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കാനിച്ച് എനിക്ക് വൊമിറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ അത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരവസ്ഥ ആയിരുന്നു എൻ്റെത്. കുട്ടീനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, അത് സെൻസറി ഇഷ്യൂസിൽ വരുന്നതാണ്. പക്ഷേ നാണക്കേടാണ്. സ്വന്തം കുട്ടീൻ്റെ അപ്പി വൃത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു ഉമ്മയാണ് അല്ലേ? അതൊരു നാണക്കേടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള എന്തൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടോ അതൊക്കെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ചെറിയ ചെറിയതാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലുള്ള ഉള്ളി മുറിക്കാൻ പറ്റുന്നില്ലേ, അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്യൂസ് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു തമാശയായിരിക്കും. പക്ഷേ നമുക്കത് ഇഷ്യൂ ആണെങ്കിൽ അതിനെ ഇഷ്യൂ ആയിട്ട് തന്നെ കാണുക, അതിന് പരിഹാരം കണ്ടുപിടിക്കുക. ഇനിയും പുറകോട്ടേക്ക് നടക്കേണ്ടതില്ല. ചിലപ്പോൾ ഇതിൽ കമൻസ് വന്നേക്കാം. കഴിഞ്ഞ ദിവസം നല്ല നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വന്ന പോലെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കമൻസ് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കാം. എല്ലാം ഓവറാക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണുക, അതിനുള്ള പരിഹാരം മാത്രം നോക്കി മുന്നോട്ടേക്ക് നടക്കുക. ആരും പറയുന്നത് കേട്ട് നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇത്രയും റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് സംശയമായി, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ക്ലാരിറ്റി ഇല്ലാതിരിക്കുമോ, നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാതെ പോവോ എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ ഈ കണക്ഷൻ കിട്ടായ്മ തന്നെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ. നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് വന്ന ചോദ്യത്തിലുള്ളത്, അതിനത്ത ഇത്രയും പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും തിരിച്ചു വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്ന്. ഞാൻ ശരിക്കും കുറേ കെയോസ്, കുറേ എന്തൊക്കെയോ നടക്കുന്നു ലൈഫിൽ. ഓരോന്നിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നു ഓരോ സമയത്തും. ഇത് ആങ്സൈറ്റി, ഇത് ADHD, ഇത് ഓട്ടിസം, അല്ലെങ്കിൽ ഇത് ഇന്ന പ്രശ്നം,
പുസ്തകങ്ങൾ മാറി മാറി വായിക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽസുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനിടയിൽ എൻ്റെ ബിസിനസ് ഗ്രോ ആക്കുന്നു. ഇങ്ങനെ ഒരുപാട് എൻ്റെ കുട്ടികൾ വളരുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം മാറുന്നു, വീട് മാറുന്നു, അല്ലെങ്കിൽ നാട്ടിൽ സെറ്റിലാവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമാണ്. അതിനിടയിൽ ഒരുപാട് അവസ്ഥകളിലൂടെ നമ്മൾ ഫാമിലിയായിട്ട് ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയി. ഇതിനിടയിലൊക്കെയും ഞാൻ ചെയ്യുന്നൊരു സംഗതി ഇടയ്ക്കിടയ്ക്കൊന്ന് എന്നെ എല്ലാറ്റിൽ നിന്നും പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് സൈലൻ്റ് ആവും ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ എല്ലാറ്റിൽ നിന്നും ഞാൻ എന്നെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ഒരു സമയത്ത് എടുത്തു ചാടി എല്ലാറ്റിനും യെസ് പറയുന്ന അല്ലെങ്കിൽ നോ പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ മുൻപിലേക്ക് വരുമ്പോൾ എല്ലാം മാറ്റിവെച്ച് സൈലൻ്റായി ഇരിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ട് സമയം കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ മാറുകയാണ് ചെയ്തത്. അതുതന്നെയാണ് എന്നെ വീണ്ടും എന്തൊക്കെ പ്രശ്നങ്ങളിൽ വീണാലും തിരിച്ച് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള പവറിലേക്ക് എത്തിക്കുന്നത്. ആദ്യം പുസ്തകവും എഴുത്തുമൊന്നും ഇല്ലാത്തൊരു സമയം, അത് കഴിഞ്ഞ് പുസ്തകവും ജേർണലിങ്ങും ആയിട്ടുള്ളൊരു പീരീഡ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം പുസ്തകം വായിക്കാറില്ല, അധികം ജേർണൽ എഴുതാറില്ല. ഇപ്പോൾ സൈലൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്കിപ്പോൾ വേണ്ടത് അതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ എൻ്റെ ആദ്യം മുതലുള്ള ജേർണി നിങ്ങൾ കാണുന്നുണ്ട്. പല സമയത്തും ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് സൈലൻസ് ആണോ വേണ്ടത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു സൈലൻസ് ചൂസ് ചെയ്യുക. എഴുത്തും വായനയൊക്കെ നിങ്ങൾക്ക് തൽക്കാലം നിർത്തി വെക്കാം. ഇനി അതല്ല, ഒരുപാട് നോളജ് നേടിയെടുക്കേണ്ട ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ അത് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ബ്രേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ നേരം സൈലൻ്റായി ഇരുന്ന് കഴിഞ്ഞാൽ, പിന്നെ ഏറ്റവും ചെറിയൊരു ടാസ്കിലാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ലൈഫിന് ഒരുപാട് ഏരിയാസ് ഉണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. ആ ലൈഫിൻ്റെ എല്ലാ ഏരിയാസും എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഏരിയാസ് ക്ലിയർ ആക്കലാണ്. അതായത് ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഹാളിലിരുന്നിട്ടാണ്. അവിടെ എൻ്റെ മുമ്പിൽ തന്നെ ബുക്ക് ഷെൽഫ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ബുക്ക് ഷെൽഫ് ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ടേബിൾ ഒന്ന് സെറ്റാക്കിക്കൊണ്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫിൽ 1000 ഏരിയാസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഏരിയയിൽ മാത്രമല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞു സ്റ്റെപ്പിൽ, ഒരു 2 മിനിറ്റിൻ്റെ ടാസ്കിലൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്നെ മെല്ലെ ആമയെ പോലെ മെല്ലെ മറ്റുള്ള ടാസ്കിലേക്ക് എത്തിക്കും. പിന്നെ പാരൻറ്റിങ്, ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്ന ഒരു കാര്യം പാരൻറ്റിങ്ങിൽ ഞാൻ എടുത്തു മാറ്റിയത് പെർഫെക്ഷനാണ്. കുട്ടികളായിട്ട് കംപ്ലീറ്റായിട്ട് കാണാനായിട്ട് ഞാൻ എന്നെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റായിട്ട് കുട്ടികളായിട്ട് തന്നെ കാണാനായിട്ട്. ഓരോ ഏജിലും കുട്ടികൾ ഓരോ പ്രവൃത്തി ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഒന്നാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഒരേ ചോദ്യം വന്നിട്ടുള്ളതാണ്. കുട്ടികൾ 5ഉം 6ഒക്കെ വയസ്സുള്ള കുട്ടികൾ കൂടുതലായിട്ട് ബോഡി പാർട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ബോഡി കാണിച്ചു തരുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണ് പൂപ്പ്, പീ. ഇത് എപ്പോഴും വായിലുണ്ടാവുന്നൊരു കാര്യമാണ്. ഇത് പറഞ്ഞ് ചിരിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നോർമലാണ്. അല്ലെങ്കിൽ ബോഡി പാർട്സിനെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പാരൻറ്റിങ് നിങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക, ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നും ഭയങ്കര സീരിയസ് ആയിട്ട് കാണേണ്ടതില്ല. ഒരാൾ കോച്ചിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡ്രസ്സ് മാറാൻ കയറുമ്പോൾ എൻ്റെ കുട്ടി 5 വയസ്സുള്ള കുട്ടി ഓടി വന്ന് റൂമിൽ കയറും, കണ്ണടച്ച് കിടന്നോളാം എന്ന് പറയും. അത് എന്തോ സംഭവം മോശം എന്തോ കുട്ടി ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അതൊക്കെ വളരെ നോർമലാണ്. ഓരോ ഏജിലും കുട്ടികൾ ഓരോ കാര്യങ്ങൾ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട്, അവരുടെ ബുദ്ധി വളരുന്നതിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ പല കാര്യങ്ങളും കാണിക്കും. കുട്ടികളായിട്ട് കണ്ടിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അല്ലാതെ നിയന്ത്രിക്കാൻ പോവാതിരിക്കുക. ഓരോ കാര്യത്തിലും നിയന്ത്രിക്കാൻ പോവാതിരിക്കുക.
ആ നിയന്ത്രണം ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഒഴിവാക്കിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ സൊസൈറ്റി വെച്ചിട്ടുള്ള കുറേ റൂൾസ് അത് ഫോളോ ചെയ്യുന്നതിന് പകരം എൻ്റെ കുട്ടികളെ എൻ്റെ കുട്ടികളായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അൺകണ്ടീഷണലായിട്ട് അവർക്ക് സ്നേഹം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നവുമില്ല. എല്ലാം സമാധാനത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി കുട്ടികളെ എങ്ങനെയാണ് കുട്ടികളായിട്ട് കാണാൻ പറ്റുക? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ. കുട്ടികളായിട്ട് കാണാൻ പറ്റണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഏജിൽ എന്തായിരിക്കും വേണ്ടത്? 5 വയസ്സുള്ള നമുക്ക് എന്താ വേണ്ടത്? 10 വയസ്സുള്ള നമുക്ക് എന്താ വേണ്ടത്? 15 വയസ്സുള്ള നമുക്ക് ശരിക്കും നമ്മുടെ പാരൻസിൽ നിന്ന് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ഏതുപോലുള്ള വാക്കുകളായിരുന്നു വേണ്ടിയിരുന്നത്? ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മോനോട്, ഇന്നലെ പറഞ്ഞ തന്നെ മെഡിസിൻ്റെ കാര്യം, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, മെഡിസിൻ അത് ഗുളിക കഴിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഗുളിക കഴിച്ചു. അപ്പോൾ മരുന്നോ? ഇല്ല, മരുന്ന് കഴിച്ചില്ല. അത് കഴിക്കാറില്ലേ? ഇല്ല, കഴിക്കാറില്ല. ഞാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മരുന്ന് കഴിച്ചിട്ടില്ല. ഗുളിക എന്ന് പറഞ്ഞപ്പോൾ ആ ചെറിയ ഗുളിക അതാണ് ആൾ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അതിന് പകരം ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? രണ്ടാൾക്കിടയിലുള്ള സമാധാനവും പോവും. ഒരു ബിഗ് പിക്ചറിൽ കാണുകയാണെങ്കിൽ നാളെ മോനൊരു 35-40 വയസ്സായി കഴിഞ്ഞാൽ ഈ ഇന്നത്തെ ഗുളികയും മരുന്നും ഒരു വിഷയമാണോ? അല്ല അല്ലേ? ഞാനും നല്ല പ്രായമായിട്ട് ഉണ്ടാവും, മോനൊരു 40 വയസ്സായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിലുള്ള ഗുളികയും മരുന്നും ഒരു വിഷയമാണോ? അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മോന് പുസ്തകം വെച്ച് മറന്നു പോയത് ഒരു വിഷയമാണോ? അല്ലെങ്കിൽ അവസാന നിമിഷം പ്രൊജക്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ടീച്ചർ നമ്മളെ ഫോൺ വിളിച്ച് 2 വഴക്ക് പറയുന്നത് 40 വയസ്സായി കഴിഞ്ഞാൽ, മോന് ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ അതൊരു വിഷയമാണോ? പക്ഷേ ഇത് തന്നെ ഇപ്പോൾ കുട്ടി മരുന്ന് കഴിക്കാൻ മറന്നതിന്, അല്ലെങ്കിൽ പുസ്തകം എടുക്കാൻ മറന്നതിന്, അല്ലെങ്കിൽ ടീച്ചർ നമ്മളെ വിളിച്ച് ഷൗട്ട് ചെയ്തതിന്, ഇതിനൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് 40 വയസ്സിലൊരു വിഷയമാണ്. എങ്ങനെ? കുട്ടിക്ക് കുറേ ട്രോമ ആയിട്ടുണ്ടാവും, പഠനത്തോട് ഇഷ്ടം പോയിട്ടുണ്ടാവും, നമ്മളോട് വെറുപ്പായിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 40 വയസ്സാകുമ്പോൾ, കുട്ടിക്ക് 40 വയസ്സും നമുക്കൊരു 50, 60, 70 വയസ്സൊക്കെ ആകുമ്പോൾ, ഓക്കെ ഒരു 70 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല സ്നേഹമുള്ള അമ്മയും മോനും ആയിരിക്കും. എൻ്റെ അമ്മ സില്ലി ആയിരുന്നു, ഫണ്ണി ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു, അമ്മ അന്ന് ഇങ്ങനെ ആയിരുന്നു പറയാറുള്ളത്. ഈ രീതിയിലാണ് കുട്ടി പറയുക അല്ലേ? അപ്പോൾ ലൈഫിനെ മൊത്തത്തിലൊരു ബിഗ് പിക്ചറിൽ കാണാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വിഷയങ്ങൾ 40 വർഷം കഴിഞ്ഞാൽ ഒരു വിഷയമായിരിക്കുമോ? ആ രീതിയിലൊന്ന് ചിന്ത കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ മൊബൈൽ നോക്കിയിട്ട് സമയം കളഞ്ഞ് കുട്ടികളെ നോക്കാത്തത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കാത്തത് ഒരു 40 വർഷം കഴിയുമ്പോൾ ഒരു വിഷയമായിരിക്കുമോ? അതും വിഷയമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും 8 മണിക്കൂർ സ്ക്രോൾ ചെയ്യുന്നത് 40 വർഷം കഴിഞ്ഞ ഒരു വിഷയമായിരിക്കുമോ? തീർച്ചയായും ഒരു വിഷയമായിരിക്കും. നാളെ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത് ഈ ഒരു പിക്ചർ തന്നെ ആയിരിക്കും. പാരൻറ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ടാസ്ക് കൊടുക്കുമ്പോൾ ഒരു മെയിൻ ടാസ്ക് വെക്കാറുള്ളതാണ് ഡെയിലി ഒരു പാരൻറ്റിങ് വീഡിയോ കാണണം എന്നുള്ളത്. ആരുടെയും ആവാം, ഏത് ചാനലാണ് നല്ലതെന്ന് ചോദിക്കണ്ട കേട്ടോ, ആരുടെയും ആവാം. വ്യത്യസ്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കുക പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട്. ഞാൻ പറയുന്ന പോലെയല്ല മറ്റൊരു യൂട്യൂബർ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫ്ലുവൻസർ പറയാം. നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചാലേ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ 8 മണിക്കൂർ സ്ക്രോൾ ചെയ്തിരിക്കുന്നുണ്ട്, അതിൽ നോളജൊന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ 40 വർഷം കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഒരിക്കലും ഈ ടൈം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ ഓവർവെൽമിങ് ആയിട്ടുള്ളിടത്ത് നിന്ന് ഒന്നുകൂടി അങ്ങ് കൂടിയിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. നമുക്ക് നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഒന്ന്, നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുമോ? എല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ? മാനേജ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്, ടെൻഷനാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രശ്നമുണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നുണ്ട്, ഒരു ഏരിയ അല്ല ശരിയാക്കാനുള്ളത് എന്നൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? ആദ്യം ഞാനിതെങ്ങനെ മാനേജ് ചെയ്യും എന്ന് ചോദിക്കുന്നതിനേക്കാളും സ്വന്തത്തോട് ചോദിക്കേണ്ടത്,
ഇതൊക്കെയും എനിക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ? മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. എല്ലാം നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്താ? ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒഴിവാക്കാം? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം? നിങ്ങളുടെ കൺട്രോളിൽ ഇപ്പോൾ പ്രസൻറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നോർമലി വരുന്നൊരു ചോദ്യമാണ്, എൻ്റെ കുട്ടികളുടെ ഇന്ന സ്വഭാവം എൻ്റെ കൺട്രോളിലാണോ? കുട്ടികളുടെ ചില സ്വഭാവങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാനല്ല, മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും. അത് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ ഈ ഒരു സർവൈവൽ എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിയുന്നത്ര കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമോ അതൊക്കെയും മാറ്റിവെക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ആൾക്കാരോടൊന്ന് ഓപ്പൺ ആവാൻ കൂടി ശ്രമിക്കുക. ഓപ്പൺ ആവുന്നത് എല്ലാവരും അങ്ങ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഓപ്പൺ ആവുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ തുടക്കം, അത്രമാത്രം. കുട്ടികളോട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോടാ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം, ഈ രീതിയിൽ മാത്രം സംസാരിക്കുന്നവരുണ്ട് കുട്ടികളോട്. അതിന് പകരം എന്ത് ചെയ്യാം? അമ്മ കുറച്ച് ടയേർഡാണ്, അമ്മ റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പോൾ വിളിക്കല്ലേ, അല്ലെങ്കിൽ അമ്മ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ, മോന് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യ് എന്നുള്ളത് കുട്ടികൾ കുഴപ്പം കൂടുന്നതിന് മുമ്പ് തന്നെ കുട്ടികളോട് പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ കുട്ടികൾ ശല്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ കുട്ടികളോട് പറഞ്ഞു വെക്കാം. ഇനി പാർട്ട്ണറോടാണെങ്കിലും ആരോടാണെങ്കിലും ഈ രീതിയിൽ ഒന്ന് ഓപ്പണായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങുക. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളൊരു ഏത് രീതിയിലാണ് നമുക്ക് സ്വഭാവം മാറുമ്പോൾ നമ്മൾ വേറൊരു കോലത്തിലേക്കായിട്ട് മാറും അല്ലേ? ആ രീതിയിലേക്കായി മാറാതിരിക്കാൻ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യം ഒന്ന് ഓപ്പണായി പറഞ്ഞു വെക്കുക. ഇനി ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും എനിക്ക് ചിലരെ ഓർമ്മ വന്നു. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളുള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് ഓർമ്മ വന്നു. കുട്ടികൾ എങ്ങനെയും ബുദ്ധിമുട്ടാണ്, ഞാൻ തല്ലിപ്പോവാണ്, 2 വയസ്സേ ഉള്ളൂ, 1.5 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവർ. അവർക്ക് ഒന്നും അറിയില്ല. അത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം, അവർക്കൊന്നും അറിയില്ല. 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾ ഇടങ്ങാറാക്കിക്കൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടല്ല, നമുക്കൊന്നും അറിയാത്തത് കൊണ്ട് അവർക്കും ഒന്നും അറിയില്ല എന്നുള്ളത് തൽക്കാലം സ്വന്തത്തോട് പറയാം. എന്നിട്ട് പാരൻറ്റിങ് പഠിക്കുക, കുട്ടികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാത്ത കുട്ടികളെ നമുക്ക് എന്തു പറയാൻ പറ്റും? നമുക്ക് 1.5 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കതിനുള്ള അറിവില്ലെങ്കിൽ, പിന്നെ നമ്മുടെ പാൽ കുടിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞ് എല്ലാം മനസ്സിലാക്കണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റൊന്ന്, എന്തൊക്കെ കാര്യങ്ങൾ ഡെലഗേറ്റ് ചെയ്യാൻ പറ്റും, ടാസ്കുകൾ എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റും സമാധാനത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, അതൊന്ന് ആഴത്തിലൊന്ന് ഓർത്ത് നോക്കുക. ഏൽപ്പിക്കാൻ പറ്റുന്ന ടാസ്കുകൾ ഏൽപ്പിക്കുക, കണ്ണടക്കാൻ പറ്റുന്ന ടാസ്കുകൾ കണ്ണടക്കുക, പരമാവധി ഗിൽട്ട് ഒഴിവാക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അത് ഞാനല്ലേ ചെയ്യേണ്ടത്, ഇന്നാളല്ലല്ലോ, അല്ലെങ്കിൽ ഇന്നാളിങ്ങനെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? ഈ രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള ഗിൽട്ടും എടുത്തു മാറ്റുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഓവറാണ്, വല്ലാതെ ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് ആലോചിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പ്രശ്നമായിട്ട് കാണുക. അതിനുള്ള സൊല്യൂഷനിലേക്ക് ഇനി അങ്ങോട്ട് ഫോക്കസ് കൊടുക്കുക. നമ്മൾ ഫാബെയിനിലൂടെ, അതായത് നമ്മുടെ ഓൺലൈൻ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരാളുടെ ലൈഫിൻ്റെ ഓരോ മുക്കും മൂലയും അത് എടുത്ത് ക്ലിയർ ആക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സീറോയിൽ നിന്ന് തന്നെ, 0 to ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതുമല്ല, അതിനേക്കാളും താഴെ നിന്ന് നമ്മുടെ സെൽഫ് ഗ്രോത്ത് ക്ലബ്ബ് പോലെ ആദ്യം മുതലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി പുതിയൊരു ഗ്രൂപ്പിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പവർ ഗേൾ ഗ്രൂപ്പ്. അത് സ്ത്രീകൾക്ക് മാത്രമുള്ളത്. അതല്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സെൽഫ് ഗ്രോത്ത് ക്ലബ്ബ്, അതായത് 6 ശീലങ്ങൾ ഡെയിലി ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന
ആ ഒരു ഗ്രൂപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനി അങ്ങോട്ടേക്ക് സ്റ്റാറ്റസിൽ കിട്ടി തുടങ്ങും കേട്ടോ. ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഓരോ ഏരിയാസും മെല്ലെ മെല്ലെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വാട്സപ്പിലൂടെ എന്നോട് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമായി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തോന്നിയെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇവിടെ കമൻറ്റിലാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ തോന്നലുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ കുറേ പേർക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കാൻ പറ്റിയത്, ഡബ് ചെയ്ത വേർഷൻ പോലെ അങ്ങനെയാണ് കേൾക്കാൻ പറ്റിയത്. അതെന്തോ സെറ്റിങ്സിലാണ് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. സെറ്റിങ്സിൽ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. മുൻപ് ഞാൻ എന്തൊക്കെയോ പിടിച്ച് നോക്കിയപ്പോൾ എൻ്റെ സെറ്റിങ്സ് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. എനിക്കും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വീഡിയോസ് മലയാളത്തിൽ കേൾക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സെറ്റിങ്സിൽ ഓഫ് ചെയ്താൽ മതി. അതെവിടെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരിക്കലും ഓവറല്ല. നിങ്ങൾ ഒരുപാട് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഓവറായിട്ട് തോന്നുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. മറ്റൊരാൾ അത് കള്ളമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇല്ലാതാവുന്നില്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് വിഷമം തന്നെയാണ്. മറ്റൊരാൾ ഇതൊക്കെ എത്ര ചെറുതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷമം അത് ചെറുതാവുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. എല്ലാവർക്കും വിഷമങ്ങൾ സഹിക്കാനുള്ള കഴിവ്, കരുത്ത് എല്ലാം ഒരുപോലെയല്ല. നിങ്ങൾ ഒരിക്കലും നമ്മൾ ആരും മറ്റൊരാളെ പോലെയല്ല. എല്ലാവരും ഡിഫറെൻ്റാണ്. ഒരാൾക്ക് ഹെവി ആയിട്ടുള്ള കാര്യം മറ്റൊരാൾക്ക് ഈസി ആയിരിക്കാം. മറ്റൊരാൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് വേറൊരാൾക്ക് അതിനേക്കാളും എളുപ്പമോ അല്ലെങ്കിൽ ഒരു വിഷയമോ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നിയേക്കാം അല്ലേ? നമ്മൾ ഭ്രാന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇതെന്തൊരു പൊട്ടത്തരാണ് എന്ന് തോന്നിയേക്കാം. ഭ്രാന്തമായിട്ടെന്ന് ഉദ്ദേശിച്ചത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഭ്രാന്താണോ എന്നുള്ള വിളി അല്ലെങ്കിൽ ആ ഒരു ചോദ്യം കേൾക്കുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി സൊല്യൂഷനിലേക്ക് ഇനി നോക്കുക. എന്ത് വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്ത് വിഷയമാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്തോളൂ.